അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 2-ാം 35-ാം തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മോശയുടെ നിയമപ്രകാരം ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ഉണ്ണിയേശുവിനെ അവന്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നുവെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ശിമിയോനും അന്നയും ദൈവിക രക്ഷയുടെ വെളിപ്പെടുത്തലിനായി ദേവാലയത്തിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയേശുവിനെ കൈകളിലെടുത്ത് മറിയത്തെ അനുഗ്രഹിച്ചപ്പോൾ ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ മറിയത്തിന്റെ പങ്കും അവൾക്ക് വരുവാൻ പോകുന്ന സഹനങ്ങളും ശിമിയോൻ പ്രവചിച്ചു. സ്നേഹമുള്ളവരെ, രക്ഷകനെ കാണാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശിമിയോനും അന്നയും ശിശുവായ ദിവ്യ ഉണ്ണിയെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ കൊണ്ടുചെന്ന യോസേപ്പിതാവും മറിയവുമെല്ലാം നമുക്ക് എന്നും മാതൃകകളാണ്. ദൈവിക ഇടപെടലുകൾക്കായി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മെ തന്നെ ദൈവത്തിനുള്ള സമർപ്പണമായി മാറിയാൽ അവിടുത്തെ രക്ഷാകര ദൗത്യത്തിൽ അവിടുന്ന് നമ്മയും പങ്കുകാരാകും. ഈ ഒരു ഉൾവിളിയോടെ ആയിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.